നമസ്കാരം. ലഹരിക്കടിമയായ മകൻ അച്ഛനെ സൗദി അറേബ്യയിൽ ക്രൂരമായി കൊലപ്പെടുത്തി. കിഴക്കൻ സൗദിയിലെ ജുബൈലിലുണ്ടായ സംഭവത്തിൽ ലക്നൌ സ്വദേശി ശ്രീകൃഷ്ണ ഭൃഗുനാഥ് യാദവാണ് സ്വന്തം മകന്റെ കൈകളാൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. ജുബൈലിലെ ഒരു പ്രമുഖ കമ്പനിയിൽ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ടെക്നീഷ്യനായിരുന്നു അദ്ദേഹം. നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കെ മയക്കുമരുന്നിന് അടിമയായതിനെ തുടർന്ന് മകൻ കുമാർ യാദവിനെ അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ പിതാവ് ശ്രീകൃഷ്ണ 1.5 മാസം മുമ്പ് സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്നാൽ ലഹരിക്ക് അടിമയായിരുന്ന സമയത്ത് ലഹരി ലഭിക്കാതെ മകൻ കുമാറിന് ഉറക്കം ലഭിക്കാതാവുകയും മാനസിക നില തെറ്റുകയും ചെയ്തിരുന്നു. ക്രൂരമായ രീതിയിൽ പിതാവിനെ ആക്രമിക്കുകയും പിതാവിന്റെ കണ്ണുകൾ ചൂഴ്ന്ന് പുറത്തെടുക്കുകയും ശരീരമൊട്ടാകെ മുറിവേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് കൊല നടത്തിയതെന്നുമാണ് ലഭിച്ച വിവരങ്ങൾ. മൃതദേഹം ജുബൈൽ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. സാമൂഹിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് ഇപ്പോൾ. കൂടുതൽ രാജ്യത്തിന്റെ സാമൂഹിക ഘടനയെ പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് മയക്കുമരുന്നുകളും മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും. ഇവ ഇന്ന് ഒരു സമൂഹത്തെ തന്നെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായി വളർന്നു പന്തലിച്ചിരിക്കുകയാണ്. വിവിധ സൈക്കോ ആക്റ്റീവ് വസ്തുക്കളുടെ പതിവ് ഉപഭോഗം മനുഷ്യരെ ചില ലഹരികൾക്ക് അടിമകളാക്കുന്നുണ്ട്. ഇത് വ്യക്തിയിൽ അസാധാരണവും സാമൂഹിക വിരുദ്ധവുമായ പെരുമാറ്റമോ മനോഭാവമോ ഉണ്ടാക്കുന്നുണ്ട്. ലഹരിയുടെ ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും മുഴുവൻ തകർക്കുന്നവയാണ്. ഒരു നാടിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഏറ്റവും പ്രധാനം ആരോഗ്യവാന്മാരായ ഒരു തലമുറയാണ്. ഒരു രാജ്യത്തിന്റെ സമ്പത്തായ ഒരു തലമുറ ലഹരിയുടെ ഉപയോഗത്തിൽ നശിക്കുന്നത് സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും തീരാ നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ, അതിലൂടെ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ ഇന്ന് ഏറ്റവും എളുപ്പമായ മാർഗമാണ് അവിടുത്തെ യുവജനതയെ വഴിതെറ്റിക്കുക എന്നത്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന പല രാജ്യങ്ങളും അവ വിവിധ മാർഗത്തിലൂടെ ഭാരതം പോലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും സാമ്പത്തിക സമ്പാദന അതിമോഹങ്ങൾക്കപ്പുറം വളർന്നു വരുന്ന വിദ്യാസമ്പന്നരായ യുവജനതയെ വഴിതെറ്റിച്ച് രാജ്യത്തിന്റെ അഖണ്ഡതയെയും സാമ്പത്തിക, സാംസ്കാരിക, ഭൗതിക പുരോഗതിയെയും തടയുക എന്നൊരു വലിയൊരു അജണ്ടയുടെ ഭാഗം കൂടിയാണ് ഈ ലഹരി മരുന്നുകളുടെ ഉപയോഗം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.